തിരക്കഥയിലെ ഒരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് ഞാൻ പറയാം. അതിതാണ്, ഡാഡി ഡാഡി എന്ന് വിളിച്ചാൽ പോരാ, കുറേശ്ശെ പേടിയും വേണം. എന്ന് വെച്ചാൽ വികാരപ്രാസം. അതൊരു ഭയങ്കര ഡയലോഗായിട്ട് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഇന്നസെന്റിന്റെ സുഹൃത്ത് രാമകൃഷ്ണനും ഞാനും ഇന്നസെന്റും കൂടി ഈ തിരക്കഥ ഒരു ദിവസം വായിച്ചപ്പോൾ എല്ലാവരും നിരാശയോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയലോഗിന് ചിരിച്ചു എന്നുള്ളത് ശരിയാണ്, ആ ചിരിയുടെ അർത്ഥം പക്ഷേ അറിയായിരുന്നു എന്ന് മാത്രം. ഈ പടം എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും മോശം ഒരു സംഗതിയായിരുന്നു അത്. അപ്പോൾ ഇന്നസെന്റ് നിരാശയോടുകൂടി എന്നോട് ചോദിച്ചു, എടാ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ നന്നായിട്ട് ആർക്കും എഴുതാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇന്നസെന്റ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവിടേക്ക് നടന്നു പോകും. രാവിലെ രാത്രി വരെ ഭക്ഷണം കഴിക്കും. അതിനിടയിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് എന്തൊക്കെയോ എഴുതും. പക്ഷെ എന്തൊക്കെയായാലും ആദ്യം എഴുതിയതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാം. അതൊരു സിനിമയായി. അതാണ് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിചയം അവിടെ നിന്നാണ്, ഇന്നസെന്റിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരു എന്ന് പറയുന്ന സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ